ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആദരണീയനായ സഖാവ് കാനം രാജേന്ദ്രൻ അവറുകളാണ്. കേരള രാഷ്ട്രീയത്തിൽ ശരിയുടെ പക്ഷത്ത് നിന്ന് എന്നും പോരാട്ടങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന, സജീവമായി ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന, ശക്തമായ ഇടപെടലുകൾക്ക് എന്നും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട കാനം രാജേന്ദ്രൻ അവറുകളെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ മാധ്യമരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ പ്രിയപ്പെട്ട CL തോമസ് അവരുടെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഈ സെൻട്രൽ ഹാൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 3 കോട്ടയംകാരാണ് ഇന്നിരിക്കുന്നത്. മോൻസ് കോട്ടയം, ഞാൻ കോട്ടയമാണ്, ശ്രീ കാനം രാജേന്ദ്രനും കോട്ടയമാണ്. അപ്പോൾ കോട്ടയത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം അത് പൊതുവിൽ ഒരു ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒന്നല്ല. ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ കാനം രാജേന്ദ്രൻ 1982 ആദ്യം അവിടുന്ന് MLA ആവുന്നത്. അതിനു മുമ്പ് ഒരു പ്രാവശ്യം മാത്രമാണ് അവിടെ ഇടതുപക്ഷം 67 ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 32 വയസ്സിലാണ് MLA ആവുന്നത്. അപ്പോൾ അതിനു മുമ്പേ യൂത്ത് വിങ്ങിൻ്റെ CPIയുടെ യൂത്ത് വിങ്ങിൻ്റെ നേതാവായിരുന്നു. അപ്പോൾ പൊതുവിൽ ഒരു ഇടതുപക്ഷ അന്തരീക്ഷമില്ലാത്ത കോട്ടയത്ത് നിന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് ആകർഷണമായി വരാൻ എന്താ കാരണം? ഞാൻ കോട്ടയത്ത് പഠിക്കുമ്പോൾ ബന്ധപ്പെട്ടിട്ടുള്ളത് കോട്ടയം വാസിയുടെ വീടുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ അതിൻ്റെ ചരിത്രമൊക്കെ മനസ്സിലാക്കിയപ്പോൾ അത് കുറച്ച് എന്നെ ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു. അറിയാമല്ലോ, തോട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ട്രേഡ് യൂണിയൻ സമരങ്ങളും അതിൻ്റെ പശ്ചാത്തലവുമൊക്കെ. എൻ്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന തോട്ടത്തിൽ വലിയ സമരങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും മർഫി സാഹിബിൻ്റെ എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ സമരങ്ങളും അതിൻ്റെ പശ്ചാത്തലവുമൊക്കെ കണ്ടിട്ടാണ് എൻ്റെ ബാല്യം ഞാൻ ചെലവഴിച്ചത്. ഒരു പക്ഷേ അങ്ങനെയാവാം ഇൻകുലാബ് സിന്ദാബാദ് എൻ്റെ മനസ്സിൽ പതിഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പഠിക്കുമ്പോൾ 1ഉം 2ഉം ക്ലാസ് പ്രത്യേകം സ്പെഷ്യൽ പരീക്ഷ എഴുതി 3ാം ക്ലാസ്സിലാണ് ചേർന്നത്. അത് ഈ തോട്ടത്തിൻ്റെ നടുവിലുള്ളൊരു സ്കൂളിലാണ്. അങ്ങനെ അവിടെ തോട്ടം തൊഴിലാളികളുടെ മക്കളുമായി പരിചയപ്പെടാനും ബന്ധപ്പെടാനും ഒക്കെ കൊച്ചുനാളിലെ കഴിഞ്ഞതുകൊണ്ട് ഒരു അങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യരോട് ഉള്ള അനുകമ്പയും സ്നേഹവും ഒരു വളർന്നതാവാം ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ഒരു ആഭിമുഖ്യം ഉണ്ടാകാൻ കാരണം. ബസേലിയസ് കോളേജിൽ അങ്ങേക്ക് ശേഷം ഞാനും കടന്നു വന്ന, അപ്പം കോളേജിലായിരിക്കുമ്പം സജീവ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഉണ്ടായിരുന്നു. അന്നേരം ഒരു KSU വിരുദ്ധ ചിന്താഗതിയുടെ പ്രതിനിധികളായിട്ട് കുറേയധികം ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചവരാണ്. പിന്നീടാണ് അതിനുശേഷം അവരൊക്കെ KSU നേതാക്കന്മാരായി വന്ന് സജീവമായിട്ട് പോയത്. അപ്പോൾ ഒരു KSU വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കൂടെയായിരുന്നു ഞാൻ. കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ഇടതുപക്ഷ ലൈനിൻ്റെ ഇടതുപക്ഷ സജീവത വന്നിട്ടുണ്ട്. അതെ. ഇപ്പോൾ വാഴൂരിനെ കുറിച്ച് ഓർക്കുമ്പോൾ PG ചാക്കോയെ ഓർക്കാതെ വാഴൂർ മണ്ഡലത്തെക്കുറിച്ചൊരു ചർച്ച അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുന്നത് സാധ്യമല്ല. PG ചാക്കോ ആവട്ടെ കേരളത്തിൽ നിറഞ്ഞു നിന്ന ഒരു നേതാവ്. പ്രത്യേകിച്ചും കോട്ടയം ഭാഗത്ത് അദ്ദേഹത്തിന് ഒരുതരം ആരാധക വൃന്ദം, ജനങ്ങൾ മൊത്തത്തിൽ PG ചാക്കോയുടെ ആരാധകരായിരിക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു മണ്ഡലത്തിൽ നിന്ന് 67 കാര്യം പറഞ്ഞു. പിന്നീട് 80 അന്ന് കേരള കോൺഗ്രസും അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലായിരുന്ന ഒരു സമയത്ത് അവിടെ ജയിച്ചിട്ടുണ്ട്.
പിന്നീട് 82-ൽ അന്ന് കേരള കോൺഗ്രസ് ഇല്ല ആ മുന്നണിയിൽ. എങ്ങനെയാണ് ആ ഒരു ജയം സാധ്യമായത്? 80-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലായിരുന്നു ആൻ്റണി കോൺഗ്രസും കേരള കോൺഗ്രസും. അങ്ങനെ കേരള കോൺഗ്രസ്സിലെ എൻ്റെ സുഹൃത്തായ ശ്രീ MK ജോസഫാണ് അവിടെ MLA ആയി വന്നത്. അദ്ദേഹം കാലക്രമേണ വളരെ അൺപോപ്പുലറായിട്ടുള്ള ഒരു MLA ആയിട്ട് ആ നിയോജക മണ്ഡലത്തിൽ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധം എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അല്ലെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പിന്തുണയേക്കാൾ കൂടുതലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ഞാൻ 2000-ലധികം 2800 വോട്ടിന് അവിടെ വിജയിക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിൻ്റെ അന്നത്തെ രാഷ്ട്രീയത്തിൽ 6 പഞ്ചായത്ത് UDF ഭരിക്കുന്ന സമയത്താണ് ഞാൻ ജയിക്കുന്നത്. ഒരു പഞ്ചായത്ത് മാത്രമേ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പഞ്ചായത്തുകളൊക്കെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിലിരിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ വിജയിക്കുന്നത്. അത് ഈ ഇടത്തരം ജനവിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധവും ഒക്കെ തന്നെ ആ തിരഞ്ഞെടുപ്പിൽ വളരെ സഹായകരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ചത് ബെസിലിയസ് കോളേജിലായതുകൊണ്ട് വാകത്താനം പോലുള്ള ഒരു പഞ്ചായത്തിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 82-ൽ 2800 വോട്ടിന് മാത്രം ജയിച്ച താങ്കൾ 87-ൽ 5000-ലധികം വോട്ടിനാണ് ജയിക്കുന്നത്. അതെ, അത് അതേസമയം പിന്നീട് അങ്ങോട്ട് ഇടതുപക്ഷത്തിന് ആ മണ്ഡലം ഒരിക്കലും പ്രാപ്യമായിട്ടുമില്ല. ഇതിനിടയിൽ എന്ത് രാഷ്ട്രീയ സംഭവവികാസങ്ങളാണ് വാഴൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ? 87-ലെ മത്സരമായിരുന്നു യഥാർത്ഥത്തിൽ അന്നാവട്ടെ ഒരു മത്സരം എന്ന് പറയാവുന്നത്. അത് 2 തരത്തിലാണ്. PC തോമസ് ഫ്രഷായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. ഞാനൊരു അങ്ങനൊരു അധിക PT ചാക്കോയുടെ മകൻ സജീവമായ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ പഴയ കുറേയധികം ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അത് കണ്ടത്. അങ്ങനെ ഞാൻ തന്നെ അന്ന് പറയുമായിരുന്നു, യഥാർത്ഥത്തിൽ 2 സ്ഥാനാർത്ഥികളാണ് എനിക്കെതിരായിട്ടുള്ളത്. ഒന്ന് യശസ്വരനായ PT ചാക്കോ, 2 അദ്ദേഹത്തിൻ്റെ പുത്രൻ. അതുകൊണ്ട് ഞങ്ങളും വളരെ കെയർഫുള്ളായിരുന്നു. എന്ന് മാത്രമല്ല, ഈ 5 വർഷക്കാലത്തെ നിയമസഭാ പ്രവർത്തനം കൊണ്ട് സാമാന്യം ഭേദപ്പെട്ട ഒരു നിയമസഭാ സാമാജികനാണ് എന്ന ഒരു അഭിപ്രായം പൊതുവിലും ഉണ്ടായി. പിന്നെ നിയോജക മണ്ഡലത്തിൽ സജീവമായി ആ 5 വർഷക്കാലവും ഞാനുണ്ടായിരുന്നു. പിന്നീട് 91-ലെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഞാൻ മത്സരിച്ചു. ഞാൻ ആ ഒരു വിജയത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്ന തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള അവസാന പ്രിപ്പറേഷൻ നടക്കുമ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ മരണം. അത് കോട്ടയത്തിൻ്റെ അതിനുശേഷം കോട്ടയത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് 2200 വോട്ടിന് ഞാൻ തോക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ മരണം ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പിന്നെ വീണ്ടും മാറ്റിവെച്ചു, ഇലക്ഷൻ മാറ്റിവെച്ചു. അതിനിടയിലുള്ള UDFൻ്റെ ക്യാമ്പയിൻ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ഉത്തരവാദി ഞങ്ങളൊക്കെയാണെന്ന എന്ന തരത്തിലേക്ക് തന്നെ വന്നു. അതൊന്നും അങ്ങനെ അവർ പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഒരു പിന്തുണയാണ് ഇത് നടന്നത് എന്ന തരത്തിൽ തന്നെ പ്രചരിപ്പിച്ചൊരു കാലമാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അങ്ങനെ വന്നപ്പോൾ വോട്ടർമാർക്കിടയിലുണ്ടായ ആ ഒരു ഷിഫ്റ്റാണ് 2200 വോട്ടിന് പരാജയപ്പെടാനുണ്ടായ കാരണം. 9 കൊല്ലത്തെ നിയമസഭാ പ്രവർത്തനം, അതിൽ നിയമസഭയ്ക്കകത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും സംതൃപ്തി തോന്നിയിട്ടുള്ള നിമിഷം അങ്ങനെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും? അപ്പോൾ ഞാൻ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മുതിർന്ന MLA-മാരായിരുന്ന ആളുകൾ പറഞ്ഞു, ഏത് കമ്മിറ്റി ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ അത് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അത്തരം സമിതികളിൽ വളരെ സജീവമായിരുന്നു. നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാനും അതുപോലെ തന്നെ ഭേദഗതികൾ അവതരിപ്പിക്കാനും സജീവമായി പരിശ്രമിച്ചിരുന്നു.
അതിലൂടെ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഒരു വേറിട്ട ശൈലി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെയാണ് അനൗദ്യോഗിക ബില്ലുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യം, ഇന്ന് കേരളത്തിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഉള്ള ക്ഷേമ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ എൻ്റെ ഒരു അനൗദ്യോഗിക ബില്ലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് സാധാരണ ഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ആ ബില്ല് അവതരണാനുമതി ലഭിക്കുകയും അതിൻ്റെ വോട്ടിങ്ങിൽ ഭരണകക്ഷി പരാജയപ്പെടുകയും അന്ന് തൊഴിൽ മന്ത്രിയായിരുന്ന കടവൂർ ശിവദാസനാണ്. അത് എൻ്റെ പ്രമേയം അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് അത് കേരള നിയമസഭാ ചരിത്രത്തിലെ അത്യപൂർവമായ സംഭവമാണ്. അതിനു മുമ്പ് സഭാംഗങ്ങളുടെ ശമ്പളവും അലവൻസും സംബന്ധിച്ചുള്ള ഒരു അനൗദ്യോഗിക നിയമം മാത്രമേ ആ പറഞ്ഞതുപോലെ പാസ്സായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അത് സെലക്ട് കമ്മിറ്റി മൂവ് ചെയ്യാനുള്ള സൗകര്യം എനിക്കുണ്ടായി. ആ നിയമമാണ് പിന്നീട് ഈ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതിക്ക് വളരെ പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ അംഗങ്ങളായിട്ടുള്ള ഒന്നാണ് അതിന് തുടക്കം കുറിക്കാൻ കാരണം. ഇപ്പോൾ സാമൂഹ്യക്ഷേമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമം അവതരിപ്പിക്കാനും അത് സഭയുടെ ശ്രദ്ധയിലും ജനങ്ങളുടെ ശ്രദ്ധയിലും കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഒരു കാലത്ത് ഒരു നേട്ടമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. ആ നിയമസഭാ കാലഘട്ടത്തിൽ ഏറ്റവും മനസ്സിനിഷ്ടപ്പെട്ട പ്രമുഖ നേതാക്കൾ, സീനിയർ നേതാക്കൾ അത് ആരൊക്കെയായിരുന്നു? അതിനകത്തൊരു സ്വാധീനം ചെലുത്തിയ, അല്ലെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലൊരു ആരാധന ഒരു എല്ലാം കാണുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള പ്രമുഖരാരൊക്കെയായിരുന്നു? ഒന്ന് ശ്രീ കരുണാകരനായിരുന്നു അന്നത്തെ സഭ നേതാവ്, മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, വിമർശനത്തെ നേരിടുന്ന രീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഞങ്ങളുടെ കക്ഷി നേതാവ് അന്ന് സഖാവ് കെ പി പ്രഭാകരനായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ, എം വി രാഘവൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്ന സഭയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ സർക്കാരുമായി ഏറ്റുമുട്ടുന്ന നിരവധി സമരങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. സ്പീക്കറുമായി ഏറ്റുമുട്ടുന്ന സമരങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉണ്ടായി. അത് പിന്നെ രാജ്യത്താകെ വലിയ സമരമായിട്ട് വന്നു, വാച്ചാൻപാടുമായിട്ട് ഗുസ്തിയായി. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം അനുഭവങ്ങൾ ആ സമയത്ത് നമുക്ക് കാണാൻ കഴിയും. ഒരു നിയമസഭാ സാമാജികൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നുള്ളത് നിയമനിർമ്മാണത്തിൽ ഇടപെടലും നിയമസഭയ്ക്കകത്തെ പ്രവർത്തനമാണ്. പക്ഷെ നമ്മുടെ എം എൽ എമാരുടെ പ്രയോറിറ്റി ഇപ്പോൾ മാറിപ്പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നാടൻ തമാശ പറഞ്ഞാൽ മരണത്തിനും വിവാഹത്തിനും പോവുക എന്നുള്ളത് ആദ്യ പണിയായും ബാക്കിയൊക്കെ പിന്നീട് വരുന്ന പണിയായും ഏറ്റവും അവസാനത്തെ പണി നിയമസഭയ്ക്കകത്തുള്ള പണിയായും മാറുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തന രീതിയിലേക്ക് നമ്മുടെ സാമാജികർ മാറുന്നുണ്ട്, ജനപ്രതിനിധികൾ മാറുന്നുണ്ട്. അത് 70-കൾക്ക് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങളിൽ എം എൽ എമാരുടെ പ്രവർത്തനത്തിൽ വന്ന ഒരു വ്യതിയാനം ഇങ്ങോട്ട് വന്ന് അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോയിരിക്കുന്നതാണ് ഇപ്പോൾ. 70-കളുടെ രാഷ്ട്രീയത്തിൽ പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ധാരാളം എം എൽ എമാർ അന്ന് വന്നു. അവർ പഴയ കാലത്ത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആണെങ്കിലും ഒക്കെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള എം എൽ എമാർ വന്നത് ജനങ്ങൾക്ക് അപ്രാപ്യരായിട്ട് ഉള്ള എം എൽ എമാരായിട്ടല്ല, ജനങ്ങൾക്ക് വളരെ പ്രാപ്യരായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന എം എൽ എമാരായിട്ടാണ്. പഴയ കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, എം എൽ എമാർ ചില ബില്ലുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ എൻ.ഐ. ദേവസിക്കുട്ടിയെ പോലെയുള്ള ആളുകൾ മുറി അടച്ച് അതിനുള്ളിലിരുന്ന് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് സഭയിൽ വരുന്നത്. അത് നമ്മുടെ സഭാ ലൈബ്രറിയുടെ പഴയ പ്രൊസീഡിങ്സ് നോക്കിയാൽ അറിയാം. അത്തരം എം എൽ എമാരാണ് നിയമസഭാ പ്രവർത്തനങ്ങളുടെ കാലത്ത്
വളരെ സജീവമായിട്ട് ഇടപെടുന്നത്. ഇപ്പം ഞങ്ങളുടെ തലമുറയിലെ MLA എടുത്താൽ അത് TM ജേക്കബ് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം MLA-മാർ നമ്മുടെ നിയമസഭയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഇതൊരു സാമൂഹ്യ സേവനത്തിൻ്റെ അംശം നിയമസഭാ പ്രവർത്തകർക്കുണ്ടാകണം എന്ന ആശയം ഉമ്മൻചാണ്ടിയൊക്കെ MLA ആയിക്കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കൂടുതൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന സമയമാണ് നിയമസഭാ പ്രവർത്തനത്തിൻ്റെ. ആ സമയത്താണ് അന്ന് അത്തരമൊരു ഷിഫ്റ്റ് MLA-മാരുടെ പ്രവർത്തനങ്ങൾക്ക് വന്നത്. പിന്നീട് വന്ന് കണ്ടവർ ഞങ്ങളൊക്കെ ആ ഒരു രീതിയാണ് സഭയ്ക്കകത്തും സഭയുടെ പ്രശ്നങ്ങളിൽ സജീവമായിരിക്കുന്നതോടൊപ്പം തന്നെ നിയോജകമണ്ഡലത്തിനുള്ളിലും സജീവമായി നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. ഇപ്പോൾ അവസാനം ഇതിൻ്റെ ബാലൻസ് നമുക്ക് തെറ്റും. ഏതൊരു ഒരിടത്തോട്ടായി കഴിയുമ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള സംഭവം ഉണ്ടാകുന്നത്. പിന്നെ ഈ പ്രവർത്തനത്തിനൊരു പ്രത്യേകത കാണാൻ കഴിഞ്ഞത് മീഡിയയുടെ ഇതിനോടുള്ളൊരു സമീപനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ നിയമസഭയ്ക്കകത്ത് ഒരു നിയമത്തെക്കുറിച്ച് പഠിച്ച് 1 മണിക്കൂർ പ്രസംഗിച്ചാൽ കാനം രാജേന്ദ്രനും ചർച്ചയിൽ പങ്കെടുത്തു എന്ന് മാത്രമേ വരികയുള്ളൂ. എന്നാൽ അതേസമയം നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ചെയ്താൽ അത് കൃത്യമായിട്ട് വരും എന്ന് തോന്നലുള്ളത് കൊണ്ട് രണ്ടാമത്തെ കാര്യത്തിനാണ് പലപ്പോഴും MLA-മാർ മുൻകൈ പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ മാധ്യമങ്ങൾ നിയമസഭയുടെ ഈ MLA-മാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതാണെന്നുള്ള ഒരു അഭിപ്രായം കണിശമായിട്ടും വേണം. പക്ഷേ അത് അവർക്ക് വിറ്റഴിക്കാൻ പറ്റുന്നത് എന്താണോ അത് പറയുന്നവർ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പം നമ്മൾ ഈ നിയമസഭയ്ക്കകത്ത് വന്ന് ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ നമ്മൾ 2-3 മണിക്കൂർ സംസാരിച്ചാലും ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ഇത് അവതരിപ്പിച്ചാലും നമ്മൾ തിരിച്ച് മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ പിന്നെ വോട്ട് കിട്ടണമെങ്കിൽ ഇത് ജനം അറിയുന്നില്ല. ഇപ്പം നമ്മളടുത്ത പ്രയോറിറ്റി അന്വേഷിക്കുകയാണ്. കാരണം അവിടെ വികസനം നടത്തിയില്ലെങ്കിൽ MLA-മാർ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങ് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ശരിക്കും മാധ്യമങ്ങൾ കുറച്ചും കൂടെ നിയമസഭാ നടപടികൾക്കൊരു പ്രാധാന്യം കൊടുത്താൽ MLA-മാരുടെ പ്രയോറിറ്റിയിൽ തന്നെ മാറ്റം വരാൻ സഹായിക്കുകയല്ലേ. പത്രങ്ങളിൽ നിയമസഭാ റൗണ്ടപ്പ് ഉണ്ടായിരുന്നു. അതെ, അത് ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ ആ വിധത്തിലൊന്നുമില്ല. എല്ലാം ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ കൊടുക്കുക എന്നുള്ളതല്ലാതെ നിയമസഭയിൽ നടത്തുന്ന നല്ല പ്രസംഗങ്ങളെക്കുറിച്ചൊന്നും ആരും ഒന്നും പ്രത്യേകം എഴുതി നമ്മൾ കാണുന്നില്ല. വലിയ തരത്തിലുള്ള ബൗദ്ധിക നിലവാരവും ആശയ സംവാദങ്ങളും നടന്നിട്ടുള്ള സ്ഥലമായിരുന്നു നിയമസഭ. ആ തലത്തിലേക്ക് നിയമസഭാ പ്രവർത്തനം അങ്ങനെ പോവുകയാണെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇതിനെ അവഗണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥകൾ വരും. നമ്മുടെ മൊത്തത്തിലുള്ള സാമൂഹികമായ ഒരു താല്പര്യ മാറ്റം വരുന്നതിൽ ഞാൻ പറയുന്നത് ഈ തരത്തിൽ ഗൗരവമായ ഒരു സമീപനം ഇതിനോട് എടുക്കുന്നത് പ്രവർത്തനത്തിലും MLA-മാരണത്തിലും ഈ വീഴ്ച അല്ലെങ്കിൽ ഈ എന്താ പറയുക താഴോട്ടിറക്കം സംഭവിച്ചിട്ടില്ല എന്നുള്ള 2 ഭാഗത്തും ഉണ്ട്. കാരണം പൊതുവിലുള്ള ഒരു നിയമസഭാ ഡിബേറ്റിൻ്റെ നിലവാരം തകർന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നിയമസഭാ പ്രൊസീഡിങ്സ് ലെജിസ്ലേച്ചർ ലൈബ്രറിയിൽ പോയിരുന്ന് അത് പരിശോധിച്ചാൽ അന്നത്തെ കാലത്തൊക്കെയുള്ള പല പ്രസംഗങ്ങളും എത്ര ഇൻഫോർമേറ്റീവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ആ നിലവാരത്തിലേക്ക് വരുന്ന അപൂർവം പ്രസംഗങ്ങൾ മാത്രമേ നിയമസഭയിൽ ഉണ്ടാകുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് അങ്ങനെ പറഞ്ഞാൽ അതിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടുകയില്ല എന്ന തോന്നലിൽ നിന്ന് എന്തിനാണ് ഇനി അധികം അധ്വാനിക്കുന്നത് എന്ന നിലയിലേക്ക് വന്നതാവാം. പിന്നെ പൊതുവിൽ ഒരു പ്രതിപക്ഷ ബഹുമാനം കുറഞ്ഞു വരുന്ന ഒരു സമീപനം നമുക്ക് സഭാ പ്രൊസീഡിങ്സിൽ കാണാൻ കഴിയും. നിയമസഭയിൽ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ, അതുപോലെ തന്നെ എത്ര ശക്തമായ വിമർശനവും ആ അംഗത്തോടുള്ള ആദരവും ബഹുമാനവും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമേ പറയാറുള്ളൂ. ആ ശൈലിയൊക്കെ ഇപ്പോൾ മാറി വരികയാണ്. അത് നമ്മുടെ പൊതുവിൽ സമൂഹത്തിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള മൂല്യവ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട്.
അതേപോലെ തന്നെയാണ് ഒരു കോമ്പറ്റിറ്റീവ് എൻവയോൺമെൻറ്റിൽ മാധ്യമങ്ങളുടെ പ്രവർത്തനവും. ഒരു ദൃശ്യമാധ്യമം ഒരു വാർത്ത കൊടുത്താൽ അതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ റേറ്റിങ്ങിൻ്റെ പ്രശ്നത്തെ ആണ് മനസ്സിലുള്ളത്. അതുകൊണ്ട് പറയാതിരിക്കാൻ അവർക്കും കഴിയാത്ത, അടുത്തൊരു മാധ്യമത്തിനും കഴിയാത്തൊരു സാഹചര്യം വരും. മാധ്യമങ്ങൾ ഒരിക്കലും വിമർശനത്തിന് അതീതമായിട്ടുള്ളതോ വിമർശിക്കാൻ പാടില്ലാത്തതോ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ല. പക്ഷേ നമുക്കിപ്പോൾ സമകാലികമായിട്ടുള്ള ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോൺട്രോവേഴ്സി അതിൽ മാധ്യമങ്ങൾ വിമർശിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ആ അത് തൊലിപ്പുറമേയുള്ള വിമർശനവും അത് ഒരുതരം കക്ഷി രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള വിമർശനവുമായി മാറുമ്പോൾ ശരിയായിട്ടുള്ള ഒരു മാധ്യമ വിമർശനത്തിൻ്റെ സ്പേസ് തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥയും രാഷ്ട്രീയ പാർട്ടികൾ സൃഷ്ടിക്കുന്നില്ലേ? എൻ്റെ പാർട്ടിയെ പുകഴ്ത്തി പറഞ്ഞാൽ മാധ്യമം നല്ലത്, എൻ്റെ പാർട്ടി മോശമായ അഭിപ്രായം പറഞ്ഞാൽ മാധ്യമം മോശം എന്ന ചിന്ത നമ്മുടെ എല്ലാം ഇടയിലുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിലുണ്ട്. അതുതന്നെയാണ് തിരിച്ചു മാധ്യമങ്ങളുടെയും സമീപനം. ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം LDFിൽ പ്രമുഖ കക്ഷിയാണല്ലോ CPI. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടിക്ക് അർഹമായ ഒരു പങ്കാളിത്തം മന്ത്രിമാരുടെ എണ്ണത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ഒരു സംസാരത്തിൽ അങ്ങനെ ഒരു പരിഗണന ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ലഭിക്കുന്നില്ല, അങ്ങനെ ഒരു അവഗണന ഉണ്ടോ എന്നൊക്കെയുള്ള കുറേ സംശയങ്ങൾ മാധ്യമങ്ങളും സമൂഹത്തിലും വരാറുണ്ട്. അങ്ങേക്ക് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ ഒരു വിമർശനം അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഞങ്ങളുടെ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഏത് കാലത്തും ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വകുപ്പുകൾ. കൃഷിയാണെങ്കിലും പൊതുവിതരണമാണെങ്കിലും അതുപോലെ ആനിമൽ ഹസ്ബൻഡറി ആണെങ്കിലും ഈ പറയുന്ന ഈ റവന്യൂ ആണെങ്കിലും ഒക്കെ തന്നെ ജനങ്ങൾക്ക് ഒത്തിരി അധികം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വകുപ്പുകളാണ്. ആ വകുപ്പുകൾ ഉപയോഗിച്ച് ഗവൺമെൻറ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. ഇപ്പോൾ കേരളത്തിലിപ്പോൾ ഏറ്റവും അവസാനം കർഷക ക്ഷേമ ബോർഡിന് രൂപം കൊടുത്തിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ സാമൂഹ്യക്ഷേമ നടപടികളുടെ ഭാഗമായി ഒരു കൃഷിക്കാരന് പെൻഷൻ നൽകുക എന്നത്, കൃഷിക്കാർക്ക് പെൻഷനോ എന്ന് ആളുകൾ ചോദിച്ചിരുന്നു. ബാക്കി എല്ലാവർക്കും ഉണ്ട്, പിന്നെ കൃഷിക്കാർക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്ന ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്ത് അതിനു വേണ്ടിയൊരു ക്ഷേമ ബോർഡ് ഇപ്പോൾ നിലവിൽ വരാൻ പോവുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ നെൽവയലുകൾ നികത്താതെ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങൾ നികത്താതെ സൂക്ഷിക്കുന്നതിന് കൃഷിക്കാരന്, കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് ഒരു ഇൻസെൻറ്റീവ് നൽകണം, ഒരു റോയൽറ്റി നൽകണം എന്ന് LDF തീരുമാനിച്ചിരുന്നു. അതിനുള്ള അപേക്ഷ ഞങ്ങളിപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ വർഷം 40 കോടി രൂപ ഈ കൃഷി ചെയ്യുന്ന നെൽവയൽ നികത്താതെ സൂക്ഷിക്കുന്ന കൃഷിക്കാരന് 2000 രൂപ വെച്ച് ഹെക്ടറിന് മറ്റുള്ള സൗകര്യങ്ങൾ, സഹായങ്ങൾ കൂടാതെ തന്നെ അവർക്ക് പ്രത്യേകമായി നൽകാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ 2 നടപടികളും ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ കൃഷിക്കാരുടെ പ്രശ്നം രാഷ്ട്രീയത്തിനതീതമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. പുതിയ ഓർഡിനൻസ് കൃഷിക്കാരെ എങ്ങനെ ബാധിക്കും? പ്രധാനമന്ത്രി പറയുന്നത് അത് കൃഷിക്കാരെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ കൃഷിക്കാർ അത് ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ടില്ല. ഒരു മന്ത്രിസഭ, അത് മുന്നണി, ഇപ്പോൾ മുന്നണിയിൽ പങ്കാളികളായിട്ടുള്ള വിവിധ പാർട്ടികൾക്ക് വിവിധങ്ങളായ ആശയധാരകളുണ്ട്. പക്ഷേ ഒരു കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ അത് വിവിധ പാർട്ടികളായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം CPI ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടെ വന്നിട്ടുള്ള ഒരു ഉദാഹരണം, തോമസ് ചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് CPIയുടെ മന്ത്രിമാർ ക്യാബിനറ്റിൽ തന്നെ പങ്കെടുത്തില്ല. അതേപോലെ തന്നെ ഈ നമ്മുടെ മാവോയിസ്റ്റ് എൻകൗണ്ടർ കില്ലിംഗ് എന്ന് പറഞ്ഞ് ഓമനപ്പേരിട്ട് വിളിക്കുന്ന മാവോയിസ്റ്റുകളെ കൊല ചെയ്യുന്ന സംഭവം, അതിനെ താങ്കൾ തന്നെ വളരെ വ്യക്തമായി എതിർത്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചില എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഒരു ചെക്ക് പോയിൻ്റായിട്ട് നിൽക്കാനുള്ള CPIയുടെ ശ്രമമാണോ,
അതല്ല ജനങ്ങളുടെ ഇടയിൽ നല്ലവർ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്? മുന്നണിയിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള കക്ഷികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായാലും മുന്നണിയിലെ ഓരോ കക്ഷിക്കും അഭിപ്രായമുണ്ട് എന്ന സങ്കല്പത്തിലാണ് ഞങ്ങൾ നീങ്ങുന്നത്. ഈ കൂട്ടായ കാര്യങ്ങളിൽ ഞങ്ങളെ ബന്ധിപ്പിക്കുന്നത് പ്രകടന പത്രികയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്ന വിഷയങ്ങളുമാണ്. എന്നാൽ മുന്നണിയിലൊരു പാർട്ടി നിൽക്കുന്നു, അതേസമയം തന്നെ ആ പാർട്ടിക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്. അതിനെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് ഞങ്ങളൊരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഇടതുപക്ഷത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഈ സർക്കാർ എവിടെയെങ്കിലും അകന്നു പോകുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടതും അത് തിരുത്താൻ ശ്രമിക്കേണ്ടതും ഞങ്ങളുടെ ചുമതലയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന് ഇന്ത്യയിലെ UAPA നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഇടതുപക്ഷ പാർട്ടികൾക്കൊരു നിലപാടുണ്ട്. അല്ല, CPMൻ്റെ കഴിഞ്ഞ സമ്മേളനം തന്നെ ആ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടെടുത്തു. ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ, നടപടി സ്വീകരിക്കുമ്പോൾ ആ തെറ്റാണ് എന്ന് ഞങ്ങൾ പറയും. പക്ഷെ നിങ്ങൾ കൂടി പങ്കാളിയായ ഒരു ഗവൺമെൻറ് അത് ചെയ്യുന്നു. അതെ അതെ. പക്ഷേ അലൻ താഹയെയും അതേപോലെ തന്നെ കോഴിക്കോട്ടെ മറ്റൊരു കുട്ടിയെയും അലനെയും താഹയെയും രണ്ടുപേരും UAPA കേസിൽ ചുമത്തപ്പെട്ട് കഴിഞ്ഞു. അതാണ് നടക്കുകയും ചെയ്യുന്നു. അത് തെറ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. CPIM തന്നെ അതിൻ്റെ ദേശീയ നേതൃത്വം തന്നെ എടുത്തിട്ടുള്ള, CPIയുടെ നേതൃത്വം എടുത്തിട്ടുള്ള നിരവധി നിലപാടുകൾ ഉന്നയിച്ചുകൊണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ? അതുപോലെയാണ് നിരവധി വിഷയങ്ങളിൽ നമ്മളെടുക്കുന്ന അത്തരമൊരു നിലപാട് ഇന്ത്യയിലെ ലെഫ്റ്റിൻ്റെ നടപടികളെ ദുർബലപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ശക്തമായ ഇടപെടലുകൾ അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സഖാവ് കാനം രാജേന്ദ്രൻ ആ നിലയിൽ ഇന്ന് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവാണ്. ഇപ്പം തെറ്റായ കുറേ സാഹചര്യങ്ങളിലൂടെ LDF മന്ത്രിസഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് സാമൂഹ്യ വിമർശനം, അല്ലെങ്കിൽ പൊതുവായി ഉണ്ടാകുന്ന വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ സമരരംഗത്ത് ഇത്രയും ശക്തമായി നിൽക്കുമ്പോഴും CPIയുടെ ഒരു മൗനം, അല്ലെങ്കിൽ സാധാരണ പ്രകടിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു നിലപാട് വ്യക്തമാക്കൽ, എല്ലാ തരത്തിലൊരു ഇടപെടൽ എന്തുകൊണ്ട് വന്നില്ല? അത് ഞങ്ങൾക്ക് രാഷ്ട്രീയമുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിൽ UDFും BJPയും സംയുക്തമായി ഈ ഗവൺമെൻറ്റിനെ ആക്രമിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് LDFനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് CPIയുടെ നിലപാട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ല, ശരിയുടെ പക്ഷത്ത് നിൽക്കേണ്ടത് അത് ശരിയുടെ പക്ഷമാണ്. കാരണം ഇന്ത്യയിലെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം നോക്കിയാൽ, 10 വർഷമായില്ല അല്ലെങ്കിൽ 8 വർഷക്കാലത്തെ അനുഭവം നോക്കിയാൽ, ദേശീയ ഏജൻസികളെ ഉപയോഗിച്ചിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റുകളെ ദുർബലപ്പെടുത്തിയിട്ടുള്ളത്. അത് കേവലം ബംഗാളിലും ത്രിപുരയിലും മാത്രമല്ല, അനവധി കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ അത് നേരിടേണ്ടി വന്നു. അത് മനസ്സിലാകാത്തവരാണോ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും? അത് മനസ്സിലാകാത്തവരാണോ UDFൻ്റെ ആളുകൾ? അതേ അനുഭവമുണ്ടായ ദേശീയ ഏജൻസികളെ കൊണ്ട് കേസെടുപ്പിച്ച് ചിദംബരം പോലെയുള്ള മുൻ ധനകാര്യമന്ത്രിമാരെ എത്ര നാളാണ് ജയിലിനുള്ളിൽ ഇട്ടത്? അത് അനുഭവിച്ച് അതിൻ്റെ രുചി അറിഞ്ഞിട്ടുള്ള കോൺഗ്രസ് കേരളത്തിൽ BJPയോടൊപ്പം ചേർന്ന് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടൊരു സമരമുഖം തുറക്കാമോ? കേരളത്തിൽ ഇപ്പോൾ മാർച്ച് മാസത്തിലാണ് ഇങ്ങനെ ഒരു കേസ് ഇവിടെ ഉണ്ടായത്. ആ മാർച്ച് മാസത്തിലൊരു കേസ് ഉണ്ടാകുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിനോട് തന്നെ ആവശ്യപ്പെട്ടു ഇത് അന്വേഷിക്കാൻ. എന്താണ് റിസൾട്ട്? 6 മാസമല്ലേ? എന്നാൽ എന്തുകൊണ്ട് 6 മാസമായിട്ട് ഈ കേസിൻ്റെ അന്വേഷണം എങ്ങോട്ടും പോകുന്നില്ല? ഇതിന് ഒരു ഡിപ്ലോമാറ്റിക് പാക്കേജിൽ സ്വർണം വന്നതാണല്ലോ കേസ്. ആ കേസിൻ്റെ അപ്പുറത്തെ എൻഡിൽ അത് അയച്ചതാര് എന്ന് കണ്ടുപിടിക്കാൻ, അയാളെ ചോദ്യം ചെയ്യാൻ ഈ ഇത്രയും വലിയ ശൗര്യമുള്ള NIAക്ക് 6 മാസം വേണ്ടി വന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് കേരളത്തിലെ ഗവൺമെൻറ് അല്ലല്ലോ ഇതിൻ്റെ ഉത്തരവാദി. ഇതാരയച്ചു, എവിടെ വന്നു, ഇവിടെ പിടിക്കുന്നതിന് അതിനെ സംബന്ധിച്ചൊരു അന്വേഷണമില്ല. പിന്നെ എന്താണ് അവർക്ക് ആവശ്യം? ആ ദേശീയ ഏജൻസികൾക്ക് ആവശ്യം ഇത് ഇങ്ങനെ അടുത്ത ഏപ്രിൽ മാസം വരെ വലിയ വാർത്തകൾ സൃഷ്ടിച്ച് കൊണ്ടുപോവുക എന്നതാണ്.
അതിനാണ് ഇന്ന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം എന്തുകൊണ്ട് ഇവിടെ പ്രതിപക്ഷം ഉൾപ്പെടെ മനസ്സിലാകുന്നില്ല? മറ്റൊരു കാര്യം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർക്ക്, അവരൊക്കെ വലിയ നേതാക്കന്മാരായിരിക്കാം, പക്ഷേ അവർക്ക് ഒരു റിട്ടയർമെൻ്റ് ഇല്ല. ഇത് യുവാക്കളുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവിനെ തടയുകയും കുറഞ്ഞ പക്ഷം നിയമസഭ മന്ത്രിമാർ അല്ലെങ്കിൽ പാർലമെൻ്ററി പ്രവർത്തന രംഗത്തെങ്കിലും ഒരു റിട്ടയർമെൻറ്റിൻ്റെ ആവശ്യം. റിട്ടയർമെൻറ്റ് മറ്റെല്ലാവർക്കും ആകുമ്പോൾ രാഷ്ട്രീയക്കാർക്കും ആകുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് കേവലം അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. പഴയ കാലത്തെ അനുഭവങ്ങളും പുതിയ തലമുറയുടെ ഊർജ്ജവും രണ്ടും കൂടെ ഒത്തുചേർന്നാലേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റൂ. പ്രായം കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം ശരിയാവണമെന്നില്ല, അനുഭവം കൂടി വേണം. അപ്പോൾ ഇതിന് രണ്ടും കൂടി ഒരുമിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ വേണം പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ളത് കൊണ്ടാണ് പാർലമെൻ്ററി ഫങ്ഷൻസിൽ ഞങ്ങളുടെ പാർട്ടി പലപ്പോഴും ചില ടേം എല്ലാം നിശ്ചയിച്ച് ആളുകളെ കൊണ്ടുപോകും. അപ്പോൾ അത് പുതിയ പുതിയ ആളുകൾ വരാനും അവർക്ക് അതിനകത്ത് പ്രവർത്തിക്കാനുമൊക്കെയുള്ളൊരു സൗകര്യം ഉണ്ടാകും. അതിൻ്റെ അർത്ഥം അത് അതിനകത്ത് പ്രായമുള്ളവർ പാടില്ല എന്നല്ല. അപ്പോൾ അങ്ങനെ ചില പാർട്ടികൾക്ക് ചില നിയന്ത്രണങ്ങൾ വേണം. പിന്നെ മറ്റെല്ലാ കാര്യങ്ങൾക്കും റിട്ടയർമെൻറ്റുണ്ട്, ഇതിന് മാത്രമില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു അനൗചിത്യത്തെക്കുറിച്ചും എല്ലാ പാർട്ടികളും ആലോചിക്കേണ്ടതാണ്. പക്ഷേ എങ്കിലും പുതിയ തലമുറ ഇതിലേക്ക് ആകർഷിക്കപ്പെടാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് കടന്നു വരാനോ ഒക്കെയുള്ളൊരു വിമുഖത ഒരു പ്രശ്നമായി വളർന്നു വന്നിട്ടുണ്ട്. എൻ്റെ ചിന്താഗതി ആയിക്കൊള്ളണമെന്നില്ല ഒരു ചെറുപ്പക്കാരൻ്റെ ചിന്താഗതി. അപ്പോൾ അതിനെല്ലാമുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കണം. ഇതിൻ്റെ എല്ലാം എൻ്റെ അഭിപ്രായം ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ്, അതാണ് നമുക്ക് മാത്രമേ ഇത് പറ്റൂ എന്ന് പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ നന്നായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞേക്കും. അവരെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നന്ദി.